അപ്പോൾ എല്ലാവർക്കും ഹായ്. 2 പണി ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ആ 2 വർക്കിൻ്റെ വിശേഷമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ഈ വീട്ടിൽ 4 വർക്ക് ചെയ്തിരുന്നു. 4 വർക്ക് എന്ന് പറയുമ്പോഴേക്കും ഒന്ന് ഗേറ്റ്, മുകളിൽ കാണുന്ന ഹാൻഡ് റെയിൽ, ബാൽക്കണി കാണുന്ന അത് സ്റ്റെപ്പിലും വന്നിട്ടുണ്ട്. അപ്പം അതും പിന്നെ സ്റ്റെപ്പ് അടിച്ച് കയറുന്ന ഒരു ഹാൻഡ് റെയിലും വെളിയിൽ കൂടെ ഉള്ളൊരു പിന്നെ ഒരു ഗ്രില്ലും, അങ്ങനെ 4 കൂട്ടം പണിയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ വർക്കിൻ്റെ വിശേഷമായിട്ടാണ് നമ്മൾ വന്നിരിക്കുക. നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ ചെയ്തിരിക്കുന്ന 4 വർക്കിൽ 2 വർക്കാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഒന്ന് ഹാൻഡ് റെയിൽ, പിന്നെ ഒന്ന് ഈ ഗേറ്റുമാണ്. അപ്പം ഹാൻഡ് റെയിലിൻ്റെ ആദ്യം നമുക്ക് ഗേറ്റിൻ്റെ വിശേഷങ്ങളിലാണ് കൊണ്ട് ഇതൊരു 3D മോഡലിലാണ് നമ്മൾ ചെയ്യുന്നത്. 3D എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറൊക്കെ കൊടുത്ത് നല്ല സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാം. അന്നേരം ഇതിൻ്റെ നീളം എന്ന് പറയുമ്പോൾ 16 അടി നീളമാണ് വരുന്നത്. ഇതിന് ഫ്രെയിമിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 2.5 1.5 ട്യൂബാണ് ഫ്രെയിമിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ മേളിൽ ഒരു 5 ഒന്നുക്കൊന്ന് ട്യൂബ് നമ്മൾ മേളിൽ 1 ഇഞ്ച് ഗ്യാപ്പിന് അകലം വിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ അതേ കണക്ക് ചെയ്ത് ഇതിൻ്റെ ഉൾഭാഗത്താണ് നമ്മൾ ഈ 3D മോഡലിൽ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന കണക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ 1/2 ട്യൂബ് ഒട്ടിച്ചിട്ടുണ്ട്. 1/2 എന്ന് പറയുമ്പോൾ 1/2 ഇഞ്ച് ഫേസിൽ കാണുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഉള്ളിൽ 4 ഇഞ്ച് GA ഷീറ്റ് മേടിച്ചിട്ട് 4 കെട്ട് GA ഷീറ്റ് മേടിച്ചിട്ട് ഇത് 4 ഇഞ്ചിന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ നമ്മൾ തെറ്റും പിറ്റും മടക്കി എടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഗേറ്റ് എത്ര രൂപയ്ക്ക് നമ്മൾ പണിഞ്ഞതെന്ന് പറഞ്ഞുതരാം. 29,000 രൂപയായി ഗേറ്റ് പണിയാൻ മാത്രം. മെറ്റീരിയൽ ഉൾപ്പെടെ ആണ് ഈ പറഞ്ഞത്. ഈ രീതിയിൽ ചെയ്തെടുത്തപ്പോൾ അന്നേരം അടുത്ത് നമ്മുടെ സ്റ്റെയറിലോട്ട് പോകും. സ്റ്റെയറിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ 2 ട്യൂബ് ടോപ്പ് റെയിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇതിന് ലെഗിന് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേന് 1.5 ട്യൂബ് നമ്മൾ അതിനിടയിൽ പിന്നെ MS പട്ട വരുന്നുണ്ട്. അന്നേരം 3 MS പട്ട വിട്ടിട്ട് 1.5 GP ട്യൂബാണ് വരുന്നത്. ആ ഒരു പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അന്നേരം നമ്മൾ ഈ ലെഗിനിട്ട് കൊടുത്ത് 1.5 ഒരു നൂല് പട്ട ഇട്ടുള്ളൂ. ആ പട്ട നമ്മൾ വളച്ചെടുക്കുകയാണ് ചെയ്തത്. വളച്ചെടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ 1/2 ഇഞ്ച് പൈപ്പ് ഒരു 3 ഇഞ്ചിന് വെച്ച് താഴെ മേളിലായിട്ട് വെൽഡ് ചെയ്തെടുത്തിട്ടാണ് ഇത് നമ്മൾ ലെഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കളർ എന്ന് പറയുമ്പോഴത്തേന് ലെഗിന് ബ്ലാക്കും ടോപ്പ് റെയിലിന് വുഡ് ഫിനിഷുമാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് പുറത്ത് ബാൽക്കണിയിലും ഈ രീതിയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് പറഞ്ഞുതരാം. റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 10,000 രൂപ. ഇത് സ്റ്റിയറിനെല്ലാം കൂടെ എന്നുവെച്ചാൽ ലേബർ കൂടുതൽ. ഇതെല്ലാം പട്ട നമ്മൾ ബെൻഡ് ചെയ്തെടുത്ത് ലെഗ് വെച്ച് ഒട്ടിക്കുന്ന ലേബർ കൂടുതൽ, പണിക്കൂലി കൂടി, അങ്ങനെ മെറ്റീരിയൽ ഉൾപ്പെടെ 30,000 രൂപയ്ക്ക് നമ്മൾ ചെയ്തത്. അന്നേരം ഇതുപോലുള്ള നല്ല ഡിസൈൻ വർക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മുടെ നമ്പർ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് അടുത്ത വീഡിയോ കാണാം.